ഇല്ല. ഈ കാലൊന്ന് മടക്കിക്കേ. ഓക്കെ, ഗുഡ്. ഈ ചേച്ചി ഇവിടെ വരുമ്പോഴേ ചേച്ചിയുടെ കൈ പൊങ്ങില്ല. കൈ ഇത്രയും മാത്രമേ പൊങ്ങുള്ളായിരുന്നു. അപ്പോൾ ഈ കൈ മേലോട്ട് പൊങ്ങത്തില്ല, പുറകോട്ടും പോകില്ല. ഞാൻ കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പം മുടിയൊന്നും കെട്ടാൻ മേലായിരുന്നല്ലേ? ആ, ഹാപ്പി ആയില്ലേ? എൻ്റെ ദൈവം, ഭഗവാൻ, എൻ്റെ ദൈവം, ഭഗവാൻ, അയ്യോ എൻ്റെ ഭഗവാൻ, അയ്യപ്പ സ്വാമി. ഒന്നും പറ്റത്തില്ലായിരുന്നു. ആ, മനസ്സിലായി. ആ, എണീറ്റ് കേട്ടോ, അയ്യ എണീറ്റേ. കാലൊന്ന് മടക്കി നോക്കിയേ. ഓക്കെ, നേരെ വെച്ച് മടക്കി നോക്കിയേ. ഓക്കെ, ഇനി എണീറ്റ് വന്നേട്ടാ. ആ, ഇപ്പം എങ്ങനെയുണ്ട് കാലിന്? ഉണ്ട്. മറ്റേ ഈ ഇടതുകാലിനായിരുന്നു ആദ്യം വേദന ഉണ്ടായിരുന്നു അല്ലേ? അതിപ്പോൾ പൂർണ്ണമായി മാറി. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കണ്ണനാണ്, കിഡു മീഡിയന്ന്. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്നേൽ. ഇവിടെ സന്ദീപ് വൈദ്യർ എന്ന് പറഞ്ഞ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഹിമാലയ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾ ഒരുപാട് വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടു കാണും. നടുവേദന, മുട്ടുവേദനയൊക്കെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരാണ് നടുവേദന മാറി. ഇവിടെ വേദനയായിട്ട് വന്ന് കയറുന്ന ആൾക്കാർ നിമിഷങ്ങൾ കൊണ്ട് വേദന മാറി. കൈ പൊക്കാത്ത ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വന്ന് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ കൈ പൂർണ്ണമായിട്ടും ഇത്രയൊക്കെ പൊങ്ങുന്ന ആൾക്കാർ ഞാൻ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം ചെയ്തിട്ട് കൈ മൊത്തമായിട്ട് പൊങ്ങുന്ന ആൾക്കാർ, നടുവേദന, മുട്ടുവേദന ഒക്കെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ ചുറ്റുവട്ടമൊക്കെ അന്വേഷിച്ചു, എനിക്കറിയുന്ന ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. മുട്ടുവേദന, നടുവേദന അങ്ങനെയുള്ള വേദനകളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഒന്ന് കയറിയിട്ട് വരാം. വേദനയായിട്ട് 24 വർഷമായി ഈ വേദന തുടങ്ങിയിട്ടല്ലേ? ഇതുവരെ സിന്ധു ഒത്തിരി അടുത്ത് പോയിട്ടുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഏതൊക്കെ ഹോസ്പിറ്റലാണ്? ചെത്തിപ്പുഴ പോയിട്ടുണ്ട്, ചാരിത്താസി കാണിച്ചു, ശ്രീശങ്കർ. ഓക്കെ. സിന്ധുവിന് L4 L5 S1 എന്ന് പറഞ്ഞ കശേരുവിന് കംപ്ലൈൻറ്റാണ്. ഇത് ക്ലിയർ ആണോ? നിങ്ങൾ ഇതെടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഈ കാലൊന്ന് മടക്കിക്കേ. ഓക്കെ, ഗുഡ്. ഇപ്പോൾ വേദനയുണ്ടോ? ഇപ്പോൾ സിന്ധു ഒന്ന് ചെരിഞ്ഞ് കിടന്നൊക്കെ നോക്കിയേ. വേദന ഉണ്ടോ ഇല്ലെന്ന് കുഴപ്പമില്ല, അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നേ. ഞാൻ 24 വർഷമുള്ള ഇതാണ് മാറ്റുന്നത് കേട്ടോ. ഈ രണ്ട് കൈ നേരെ വെച്ചേ. ആ, ഇനി 2 കാലും ഒന്ന് പൊക്കിക്കേ. ഓക്കെ, ഗുഡ്. എങ്ങനെയുണ്ടേ? വേദന കുറവുണ്ടോ? വാ സിന്ധു, ഈ ഇതേ പിടിച്ചേ, ജനലില്ലേ. ഓക്കെ, കുറച്ച് മുന്നോട്ട് കയറിയെന്നേ. ഇനി ഇരുന്നേ, താഴ്ത്തിരുന്നേ. എണീറ്റോ? അതിൻ്റെ താഴത്തെ പടിയെ പിടിച്ചേ. ഇരുന്നേ, എണീക്കേ. ഒന്നുകൂടി ഇരുന്നേ. എണീറ്റോ? 5 പ്രാവശ്യം ഇതേ പിടിച്ചേ. ഇനി ഇരുന്നേ. ഇങ്ങനെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഈസി ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ നിന്നോ എൻ്റെ നേരെ. കാലകത്തി വെച്ചേ. കുനിഞ്ഞ് നിലത്തോട്ടെ. അല്ലല്ല, എനിക്ക് കുനിഞ്ഞ് നിലത്തോട്ടെ. കുനിഞ്ഞ് നടുവ് കുനിച്ച്. അതെ, കാലകത്തി വെക്കണേ. ആ, ഇനി നിന്നോ. അതിനിട്ടോ ഇങ്ങനെ കുനിഞ്ഞായിരുന്നോ? എന്തിപ്പോൾ ഈസി ആയിട്ട് തൊട്ടോ. ഒന്നുകൂടെ കുനിഞ്ഞോട്ടെ. ഓക്കെ, എണീറ്റോ. ആ കട്ടിലൊന്ന് പൊക്കിക്കുക. ക്ലാസ്സിൽ അവിടെ ചെന്നിട്ട് വെയിറ്റ് എടുക്കുമ്പോൾ വേദന വരത്തില്ലായിരുന്നോ? ആ, ഓക്കെ, ഇരുന്നോ. പിന്നെ അവിടെ ഒന്ന് കയറിയിരുന്നേ. അപ്പോൾ ഇദ്ദേഹത്തെ വെച്ചിട്ടൊന്ന് പൊക്കി നോക്കി. പൊക്കിയോ? ആ, അപ്പോൾ കുഴപ്പമില്ല. L4 L5 S1 എന്ന് പറഞ്ഞ കശേരുവിന് കംപ്ലൈൻറ്റാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ഇപ്പം തന്നെ അത് മാറ്റാമെന്നുള്ളേ ഉള്ളൂ. ആ, ഈ കാലൊന്ന് മടക്കിക്കേ. ആ, മുട്ടിന് തന്നെ അങ്ങനെ മാറിക്കിട്ട് കേട്ടോ. ഈ കൈ വേറൊരു കൈ കൊണ്ട് പിടിച്ച് പൊക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇതിന് ഇപ്പോൾ അടുത്ത വരും ഇങ്ങനെ പ്രശ്നം കേട്ടോ. കൈ പൊക്കിക്കോ, 2 കൈ പൊക്കിക്കോ. അതായത്
ഈ ചേച്ചി ഇവിടെ വരുമ്പോഴേ ചേച്ചിയുടെ കൈ പൊങ്ങില്ല, കൈ ഇത്രയും മാത്രമേ പൊങ്ങുള്ളായിരുന്നു. അപ്പോൾ ഈ കൈ മേളിലോട്ട് പൊങ്ങത്തില്ല, പുറകോട്ടും പോകില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കശേരുക്കൾക്ക്, അതായത് C4, C5, C6 എന്ന് പറഞ്ഞ പുറകിലുള്ള കശേരുക്കൾക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് തള്ളിപ്പോയിട്ടാണ്. അപ്പോൾ കൈക്ക് ബലം കിട്ടില്ല. ഇപ്പോൾ ചേച്ചിയുടെ ആ കംപ്ലൈൻറ്റ് മാറ്റി അതോടെ ഇപ്പോൾ 2 കൈയും പൊക്കാം. ആ കൈ ഒന്ന് പൊക്കി നോക്കി കാണിച്ചേ. ഞാൻ കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പം മുടിയൊന്നും കെട്ടാൻ മേലായിരുന്നില്ലേ? ആ, ഹാപ്പി ആയില്ലേ? എൻ്റെ ദൈവം, എൻ്റെ ഭഗവാൻ, അയ്യോ എൻ്റെ ഭഗവാൻ, അയ്യപ്പ സ്വാമി. ഒന്നും പറ്റത്തില്ലായിരുന്നു. മനസ്സിലായി. ചില നടുവേദന 5 മിനിറ്റ് മതി. പക്ഷേ ചില നടുവേദന കൊണ്ട് പഴകിയതായിരിക്കാം. അത് ചിലപ്പോൾ അതിനാണ് ചികിത്സ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനനുസരിച്ച് മാത്രമേ ചികിത്സ എഴുതത്തും പറയത്തുള്ളൂ. അപ്പോൾ ആ ചികിത്സ എടുക്കേണ്ടതാണെങ്കിൽ മാത്രം നമ്മൾ പറയും ഇത്ര ദിവസം, അതായത് 9 ദിവസം, 11 ദിവസം, 13 ദിവസങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ളിൽ അത് മാറിയും കിട്ടും. പിന്നെ ചിലത് ഈ ചികിത്സ എടുത്ത ശേഷം 1.5 മാസം 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് അതും മാറിക്കിട്ടും. നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. വരുമ്പോൾ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദന കൂടുതലുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എനിക്ക് കൈ ഒട്ടും പൊങ്ങത്തില്ലായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു, മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കൈ പൊക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. ആ, ഇല്ല ഇല്ല, ഒരു ഇത്രയും പൊങ്ങോളായിരുന്നു. അത്ര ഇങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നില്ല. അപ്പോൾ എനിക്ക് കൈ ശരിക്കും ഇങ്ങനെ പൊക്കാൻ പറ്റി. വളരെ ആശ്വാസമുണ്ട്. ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ജോർജ് എന്നാണ്, നാട് കോഴഞ്ചേരി. കഴിഞ്ഞ വർഷം ഇതുപോലെ എൻ്റെ ഇടത്ത് കാലിനൊരു പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പോഴങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ പല ഹോസ്പിറ്റലിലും പോയി പല മരുന്നുകൾ കഴിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയിട്ട് നല്ല മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷവും വേദനയ്ക്ക് ശമനം വന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ സാറ് കിടക്കാൻ പറഞ്ഞു. കിടന്നു കഴിഞ്ഞിട്ട് പുറകിലോട്ട് കാല് ബാക്കിലോട്ടൊരു അടിച്ചു കഴിഞ്ഞതിനോട് പറഞ്ഞു നേരെ സ്റ്റെപ്പ് ഒന്ന് കയറാൻ പറഞ്ഞു. അതുവരെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ എന്നെ പിടിച്ചുകൊണ്ടാണ് പുള്ളി ഇവിടെ വന്ന് സ്റ്റെപ്പ് കയറിയത്. കയറി കഴിഞ്ഞ് ഞാൻ ആ സ്റ്റെപ്പ് കയറാൻ പറഞ്ഞപ്പോൾ എനിക്ക് അല്പം സാറിനോട് ദേഷ്യമൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാൻ നേരെ ആ സ്റ്റെപ്പ് കയറി മേളത്തെ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറെ കണ്ടു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് 9 തിരുമ്മാണ് ഡോക്ടർ ഈ വൈദ്യൻ പറഞ്ഞത്. ആ 9 തിരുമ്മ് 1 മാസത്തിന് ശേഷമാണ് വന്ന് ഞാൻ ചെയ്തതിന് ശേഷം അതിന് നല്ല സൗഖ്യമുണ്ട്.